MMO പ്രൈവറ്റ് ഐ ടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷെറീന, ഇലക്ട്രീഷ്യൻ ട്രേഡിലെ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ വരുന്ന ചില ടേംസ് ആണ്. അതായത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്, ഇംപിഡൻസ് ആൻഡ് പവർ ഫാക്ടർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിനെ പറ്റിയാണ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻഡക്ടറിനെ അല്ലെങ്കിൽ ഒരു കോയിലിനെ ഒരു AC സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ AC സപ്ലൈയിൽ നിന്ന് ഒഴുകുന്ന ആ കറണ്ടിനെ എത്രമാത്രം പ്രതിരോധിക്കാനുള്ള കഴിവ് ആ ഇൻഡക്ടറിനുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം പ്രതിരോധമാണ് ആ ഇൻഡക്ടർ പ്രൊവൈഡ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എക്സൽ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് പ്രതിരോധമായതുകൊണ്ട് റെസിസ്റ്റൻസിൻ്റെ സെയിം യൂണിറ്റ് ആയിട്ടുള്ള ഓം തന്നെയാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെയും യൂണിറ്റ്. ഇനി ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് XL = 2πfL ആണ്. ഇവിടെ L ഇൻഡക്റ്റൻസും F എന്താണ്, ഫ്രീക്വൻസിയാണ്. ഓക്കെ, ഫ്രീക്വൻസിൻ്റെ യൂണിറ്റ് ഹെർട്സ് ആണ്, ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്, ഹെൻറി ആണ്. അതുപോലെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്, ഓംസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, XL / 2πfC ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് പഠിക്കാൻ പോകുന്നത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിനെ പോലെ തന്നെ ഒരു കപ്പാസിറ്ററിന് നമ്മൾ AC സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ എത്രമാത്രം റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറയുന്നതാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ഓക്കെ, അപ്പം നമുക്കിങ്ങനെ പറയാം, ഒപ്പോസിഷൻ ഡ്യൂ ടു കപ്പാസിറ്റൻസ്. അപ്പോൾ കപ്പാസിറ്റൻസ് മാറുന്നതിനനുസരിച്ച് എന്ത് മാറും, ഈ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ വാല്യൂ മാറും. ഓക്കെ, അപ്പം അത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് XC വെച്ചിട്ടാണ്, അതിൻ്റെ യൂണിറ്റ് ഓം ആണ്. ഇനി നമുക്ക് കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ ഇക്വേഷൻ XC = 1/2πfC ആണ്. ഇവിടെ C എന്ന് പറയുന്നത് കപ്പാസിറ്റൻസും F ഫ്രീക്വൻസിയാണ്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്, കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് പിന്നെ ഫാരഡ് ആണ്. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ് ആയതുകൊണ്ട് ഓക്കെ, നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ. ഇൻഡക്റ്റീവ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൽ നിന്ന് നമുക്ക് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ 1/2πfXC എന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംപിഡൻസ്. ഇംപിഡൻസ് എന്ന് പറയുന്നത് നമ്മളൊരു AC സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ റെസിസ്റ്റൻസ് മാത്രമല്ല, അല്ലെങ്കിൽ കപ്പാസിറ്ററോ ഇൻഡക്ടറോ മാത്രമല്ല ഉണ്ടാവുക. ചിലപ്പം ഇതിൻ്റെയൊക്കെ കോമ്പിനേഷനോ അല്ലെങ്കിൽ റെസിസ്റ്ററും കപ്പാസിറ്ററോ അല്ലെങ്കിൽ റെസിസ്റ്ററും ഇൻഡക്ടറോ അങ്ങനെ കോമ്പിനേഷനൊക്കെ ആവാൻ വരാം. അപ്പം റെസിസ്റ്റൻസ് സെപ്പറേറ്റ് ക്വാണ്ടിറ്റിയാണ്, റിയാക്റ്റൻസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഈ നമ്മൾ ഒരു AC സർക്യൂട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ആ AC സർക്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒപ്പോസിഷൻ എത്രയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് ഇംപിഡൻസ് എന്ന് പറയുന്ന ഒരു ടേം ആണ്, അല്ലെങ്കിൽ ഇംപിഡൻസ് എന്ന് പറഞ്ഞ ഒരു ക്വാണ്ടിറ്റിയാണ്. ആ ഇംപിഡൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, അപ്പോൾ ഒരു റെസിസ്റ്റൻസിൻ്റെയും അല്ലെങ്കിൽ റിയാക്റ്റൻസിൻ്റെയും ടോട്ടൽ സമ്മാണ് എന്തെന്ന് പറയുന്നത് ഇംപിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിനെ രണ്ട് രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. നമുക്ക് ഇങ്ങനെ പറയാം, വെക്റ്റർ സമ്മാണ്, അതായത് റെസിസ്റ്റൻസിൻ്റെയും റിയാക്റ്റൻസിൻ്റെയും വെക്റ്റർ സമ്മാണ് ഇംപിഡൻസ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താ, ടോട്ടൽ ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ റെസിസ്റ്റൻസ് ആൻഡ് റിയാക്റ്റൻസ്. അതായത് നമുക്ക് ഒരു AC സർക്യൂട്ടിലെ ടോട്ടൽ ഒപ്പോസിഷനാണ് അല്ലെങ്കിൽ ടോട്ടൽ ആയിട്ടുള്ള വാല്യൂ ആണ്, ഒപ്പോസിഷൻ വാല്യൂ ആണ് ഇംപിഡൻസ് എന്ന് പറയാം. അതിനെ നമ്മൾ Z വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് R-ഉം ഇൻ ടോട്ടൽ റിയാക്റ്റൻസ് എന്ന് പറയുന്നത്, ഒപ്പോസിഷൻ എന്ന് പറയുന്നത് X ആണെങ്കിൽ അവിടെ ഇംപിഡൻസ് Z = √R² + X² എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്ററും ഉള്ളൊരു സർക്യൂട്ടാണ് എടുക്കുന്നതെങ്കിൽ ആ X എന്തായിട്ട് മാറും, XL - XC ആയിട്ട് മാറും. അതായത് ഇവിടുത്തെ കേസിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടുതലും കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കുറവും. ആ കേസിലാണ് ഇക്വേഷൻ എന്തെന്ന് വരിക, R² + XL - XC² ഓൾ റൂട്ട് വരിക.
ഓക്കെ. അപ്പോൾ നമ്മൾ എക്സലിനും എക്സ് ഐക്കും നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ച ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫൈനലായി കിട്ടിയ ഇക്വേഷൻ കിട്ടും. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് ആക്ച്വലി എന്തെന്ന് കിട്ടുന്നത്, ഇമ്പിഡൻസിൻ്റെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഇമ്പിഡൻസ് എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്താണ്, ടോട്ടൽ അതായത് ടോട്ടൽ ഒപ്പോസിഷനാണ്. എ സി സർക്യൂട്ടിലെ ടോട്ടൽ ഒപ്പോസിഷനാണ് എന്തെന്ന് പറയുന്നത്, ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടൊരു ഇവിടെ നമ്മളൊരു ട്രയാങ്കുലർ ഫോമിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ട്രയാങ്കിൾ എന്തൊക്കെയാണ് കാണുന്നത്, നമ്മുടെ ബേസിൽ റെസിസ്റ്റൻസും അതിന് നേരെ പെർപെൻഡിക്കുലറായിട്ട് എക്സ് എൽ ഓർ എക്സ് സി, അല്ലെങ്കിൽ അതായത് റിയാക്റ്റൻസ് ആണത്, എക്സ് എൽ ആവാം എക്സ് സി ആവാം. പിന്നെ അതിൻ്റെയൊക്കെ റിസൾട്ടൻ്റ് ആയിട്ടാണ് അവിടെ സെഡിനെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പം നമ്മൾ പൈതഗോറസ് തിയറം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഓപ്പോസിറ്റ് നമ്മളിപ്പോൾ ഒരു ആംഗിൾ തീറ്റയാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. തീറ്റ എന്ന് പറയുന്നത് റെസിസ്റ്റൻസിൻ്റെയും ഇമ്പിഡൻസിൻ്റെയും ഇടയിൽ വരുന്ന ആംഗിൾ, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഫേസ് ആംഗിൾ എന്ന് പറയാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഫേസ് ആംഗിൾ അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് ആണ് എന്ത് പറയുന്നത്, ഫേസ് ആംഗിൾ. ഓക്കെ. അപ്പോൾ ഈ ഫേസ് ആംഗിൾ ആണ് ആക്ച്വലി ഇവിടെ കാണിച്ചിരിക്കുന്ന തീറ്റ. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ട്രയാങ്കിളിൽ കാണുമ്പോൾ റെസിസ്റ്റൻസിൻ്റെയും ഇമ്പിഡൻസിൻ്റെയും ഇടയിലുള്ള ആംഗിളാണ്. അപ്പോൾ നമ്മൾ തീറ്റ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇത് എക്സ് എൽ ഓർ എക്സ് സി. അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്, അതായത് അതിൻ്റെ അടുത്തുള്ള സൈഡ് സമീപവശമാണ് ഇത് ആർ. അപ്പം അതിൻ്റെ റിസൾട്ടൻ്റ് ആണ് സെഡ്. അപ്പം നമുക്ക് എന്ത് പറയാം, അഡ്ജസൻറ്റ് സൈഡ് സ്ക്വയർ പ്ലസ് ഓപ്പോസിറ്റ് സൈഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്നാണ് പൈതഗോറസ് തിയറം. അപ്പോൾ അത് വെച്ചിട്ടാണ് നമുക്കിത് കിട്ടുന്നത്, സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ടാൻ തീറ്റയുടെ വാല്യൂ കിട്ടും. ടാൻ തീറ്റ, ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ് അല്ലേ. അപ്പം ഇവിടെ തീറ്റേൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളാരാണ്, എക്സ് എൽ അല്ലെങ്കിൽ ഒ എക്സ് സി. അപ്പോൾ അതിനെ നമുക്ക് കോമൺ ആയിട്ട് എക്സ് എന്ന് പറയാം. എക്സ് ഡിവൈഡഡ് ബൈ ആർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടാൻ തീറ്റയുടെ വാല്യൂ കിട്ടും. അപ്പം ടാൻ തീറ്റയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് തീറ്റ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ ആർ. അപ്പോൾ കിട്ടുന്ന ആംഗിളാണ് ഇവിടെ എന്ത് പറയുന്നത്, ഫേസ് ആംഗിൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പവർ ഫാക്ടർ എന്ന് പറഞ്ഞ ടേമാണ്. പവർ ഫാക്ടർ എന്ന് നമ്മൾ പവർ ഫാക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഒരു ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രീസോ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ കുറേ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സപ്ലൈ കൊടുക്കുന്നതിൻ്റെ അത്രയും എഫിഷ്യൻസി നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. അതായത് നമുക്ക് കൊടുക്കുന്ന സപ്ലൈക്ക് അനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് ലഭ്യമാകണം. അപ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് പവർ ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് പവർ ഫാക്ടർ ലീഡിങ് ലാഗിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് ഇനി മുന്നോട്ട് നമുക്ക് പഠിക്കും. അപ്പോൾ ഇതിൽ പവർ ഫാക്ടർ എപ്പോഴും നമ്മൾ ഒന്നായിട്ടാണ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒന്നാണ് നമ്മുടെ പവർ ഫാക്ടർ വാല്യൂ കിട്ടുന്നതെങ്കിൽ, നമുക്ക് പവർ ഫാക്ടർ മെഷർ ചെയ്യാൻ പവർ ഫാക്ടർ മീറ്റർ ഉണ്ട്. അതുപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ ഒന്നാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം അവിടെ 100% എഫിഷ്യൻസി ഉണ്ട്. അതായത് നമുക്ക് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ മൊത്തമായിട്ട് നമുക്ക് വേണ്ടുന്ന രീതിയിൽ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് നമുക്ക് എന്ത് പറയാം, 100% എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനിയിപ്പം അതിൻ്റെ വാല്യൂ 0.5 ആയിട്ട് കുറഞ്ഞെന്ന് വിചാരിക്കുക. അതായത് 1 എന്നുള്ളത് 1ൻ്റെ നേർപകുതിയാണ് 0.5. അതിൻ്റെ അർത്ഥം എന്താണ്, അവിടെ എഫിഷ്യൻസി നേർപകുതിയായിട്ട് കുറഞ്ഞു. അതായത് നമ്മൾ കൊടുക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നില്ല. കൂടുതൽ ഭാഗം എന്തായിട്ട് പോകുന്നു, വേസ്റ്റ് ആയിട്ട് പോകുന്നു. അതാണ് അവിടെ പവർ ഫാക്ടറിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമുക്ക് ഇതിനെ 3 രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്താ, നമ്മൾ ഫേസ് ആംഗിൾ പറഞ്ഞു അല്ലേ. നമുക്കൊരു രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ, ഇപ്പോൾ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിളാണ് ഫൈ എങ്കിൽ അതിൻ്റെ കോസ് വാല്യൂ കാണുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, പവർ ഫാക്ടർ എന്ന് പറയാം. അപ്പോൾ നമ്മൾ പവർ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 3 മെത്തേഡുകളാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. അതായത് നമുക്കിപ്പോൾ രണ്ട് വേവ് ഫോമുകൾ, വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും വേവ് ഫോം തന്നിട്ട് അവ തമ്മിലുള്ള ഫേസ് ആംഗിൾ ഇത്ര ഡിഗ്രി ആണെന്ന് പറഞ്ഞാൽ ആ വാല്യൂൻ്റെ കോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും, പവർ ഫാക്ടർ കിട്ടും.
പിന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു എ സി സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസും ഇമ്പിഡൻസും അറിയാമെങ്കിൽ അതിൻ്റെ റേഷ്യോ എടുത്താലും നമുക്ക് എന്ത് കിട്ടും? അതായത് R/Z എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? പവർ ഫാക്ടർ തന്നെയാണ്. ഇനി നമുക്ക് ഒരു സർക്യൂട്ടിലെ ട്രൂ പവറും അപ്പാരൻറ്റ് പവറും തന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും റേഷ്യോ എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? പവർ ഫാക്ടർ കിട്ടും. പവർ ഫാക്ടർ കിട്ടാനുള്ള 3 ഇക്വേഷൻസ് അല്ലെങ്കിൽ 3 വഴികളാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റത്തത് നമ്മുടെ തന്നിരിക്കുന്ന ഫേസ് ആംഗിളിൻ്റെ കോസ് വാല്യൂ കാണുക. രണ്ടാമത്തത് സർക്യൂട്ടിലെ റെസിസ്റ്റൻസിൻ്റെ ഇമ്പിഡൻസിൻ്റെ റേഷ്യോ കാണുക. മൂന്നാമത്തത് അവിടുത്തെ ട്രൂ പവറിൻ്റെയും അതുപോലെ തന്നെ അപ്പാരൻറ്റ് പവറിൻ്റെയും റേഷ്യോ കാണുക. ഇനി നമ്മൾ ഐഡിയൽ കേസ് എന്ന് പറയുന്നത് എപ്പോഴും ശരിക്കും എക്സിസ്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മുടെ ഇമാജിനേഷനിലുള്ള ഒരു സംഭവമാണ് ഐഡിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഐഡിയൽ പവർ ഫാക്ടർ എന്ന് പറയുന്നത് യൂണിറ്റി എന്നാണ് പറയുന്നത്. അതായത് ഐഡിയൽ പവർ ഫാക്ടർ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും കാര്യം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അത് 100% എഫിഷ്യൻ്റ് ആയിരിക്കണം എന്ന് നമ്മൾ പറയും. അതായത് നമ്മൾ ഉദ്ദേശിച്ച ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 100%ഉം ഔട്ട്പുട്ട് കിട്ടണം എന്നാണ് അല്ലേ. അപ്പം നമുക്ക് ഫുൾ ഔട്ട്പുട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന, അതായത് ഫുൾ എഫിഷ്യൻസിയോട് കൂടിയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഡിയൽ പവർ ഫാക്ടർ എന്ന് പറയുന്നത്. അതെപ്പോഴും എന്തായിരിക്കും? ഒന്നായിരിക്കും. അതായത് പവർ ഫാക്ടർ ഒന്നായിട്ടുള്ളപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? 100% എഫിഷ്യൻ്റ് ആണെന്നാണ്. ഓക്കെ, എല്ലാ കേസിലും 100% നമുക്ക് എന്തെങ്കിലും കിട്ടണമെന്നില്ല, പക്ഷേ ഐഡിയൽ കേസാണ്. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും പറയാം. അതായത് നമുക്ക് കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുന്നതിനെ എത്ര മാത്രം യൂസ്ഫുൾ ആയിട്ടുള്ള വർക്കായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിനെ അങ്ങനെയും നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാം? പവർ ഫാക്ടറിനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അതായത് ഇറ്റ് ഈസ് ദ മെഷർ ഹൗ എഫിഷ്യൻ്റ്ലി ദ ഇലക്ട്രിക്കൽ പവർ ഈസ് കൺവേർട്ടഡ് ടു യൂസ്ഫുൾ വർക്ക്. അതായത് നമുക്ക് എത്ര എഫിഷ്യൻ്റായിട്ട് ഇലക്ട്രിക്കൽ പവറിനെ യൂസ്ഫുൾ ആയിട്ടുള്ള വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നു, അതിനെ നമുക്ക് എന്തെന്ന് പറയാം? എഫിഷ്യൻസി എന്ന് പറയാം. ഇനി നമ്മൾ പറഞ്ഞ 3 ഡെഫിനിഷൻസ് നമ്മൾ പവർ ഫാക്ടറിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ ഫസ്റ്റത്തത് എന്താണ് നമ്മൾ പറഞ്ഞത്? അതിൻ്റെ ആംഗിൾ, അതായത് വോൾട്ടേജോ അല്ലെങ്കിൽ കറണ്ടോ അവ തമ്മിലുള്ള ആംഗിളിൻ്റെ റേഷ്യോ ആണ് അവിടെ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ. അതാണ് നമ്മളിവിടെ പിക്ചോറിയലായിട്ട് കാണിക്കുന്നത്. ഇപ്പം നമ്മൾ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഒരു ഗ്രാഫ് എടുക്കുകയാണ്. പക്ഷേ ഇത് കാണിച്ചിരിക്കുന്നത് റെസിസ്റ്ററിൻ്റെ ഗ്രാഫാണ്. റെസിസ്റ്ററിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ സംഭവിക്കുക? റെസിസ്റ്ററിൻ്റെ കേസിൽ അവിടെ വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആണ്. അതായത് രണ്ടും ഒരേ സമയത്ത് 0-ൽ വരും, ഒരേ സമയത്ത് മാക്സിമത്തിലെത്തും അല്ലേ. അപ്പോൾ ഇവ തമ്മിൽ, കറണ്ടും വോൾട്ടേജും തമ്മിൽ ഇവിടെ ഒരു ആംഗിൾ ഡിഫറൻസ് ഉണ്ടോ? ഡിഫറൻസ് ഇല്ലല്ലോ. രണ്ടും സെയിം ടൈമിലല്ലേ ഒരു അതിൻ്റെ മാക്സിമം മിനിമം അറ്റൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ആംഗിൾ എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. അതായത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് വെക്ടർ ഡയഗ്രാണ്. ഇവിടെ IR-ഉം VR-ഉം, അതായത് റെസിസ്റ്റീവ് കറണ്ടും റെസിസ്റ്റീവ് വോൾട്ടേജും അവ രണ്ടും എന്താണ്? ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത് അല്ലേ. അപ്പോൾ അത് തമ്മിൽ ഒരു ആംഗിൾ ഡിഫറൻസ് ഇല്ല. അപ്പോൾ അവിടെ എന്താണ്? ആംഗിൾ എന്ന് പറയുന്നത് 0 ആണ്. അതായത് നമുക്ക് എന്തെന്ന് പറയാം? റെസിസ്റ്റീവ് സർക്യൂട്ടിൽ ഫൈ എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? അതിൻ്റെ പവർ ഫാക്ടർ കാണുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുക? കോസ് ഫൈ ഈസ് ഈക്വൽ ടു ഫൈയുടെ സ്ഥാനത്ത് നിന്ന് വരും 0 വരും. അതായത് കോസ് 0 ഈസ് ഈക്വൽ ടു 1, അതായത് യൂണിറ്റി. അപ്പോൾ എപ്പോഴായിരിക്കും യൂണിറ്റി പവർ ഫാക്ടർ വരിക? റെസിസ്റ്റീവ് ലോഡിലാണ്. അതായത് റെസിസ്റ്റീവ് സർക്യൂട്ട് ആകുമ്പോൾ അത് അതിൻ്റെ ആംഗിൾ 0 ആകുന്നത് കൊണ്ടാണ്, ഫേസ് ആംഗിൾ 0 ആകുന്നത് കൊണ്ടാണ് യൂണിറ്റി പവർ ഫാക്ടർ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇനി ഇൻഡക്റ്റീവ് സർക്യൂട്ടാണെന്ന് വിചാരിക്കുക. നമ്മളിപ്പം റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനിയിപ്പോൾ ആ സർക്യൂട്ടിൽ ഇൻഡക്ടർ മാത്രമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇൻഡക്ടർ മാത്രമാകുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ഇൻഡക്ടറിൻ്റെ കേസിൽ എപ്പോഴും അപ്ലൈഡ് വോൾട്ടേജിനെ ലാഗ് ചെയ്തിട്ടാണ്, നമ്മൾ ലാഗിങ്ങും ലീഡിങ്ങും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലാക്കുക, അപ്ലൈഡ് വോൾട്ടേജിനേക്കാൾ 90 ഡിഗ്രി, അതായത് 90 ഡിഗ്രി ലാഗ് ചെയ്തിട്ടാണ് ഇവിടെ കറണ്ട് വരിക. ഓക്കെ, അപ്പോൾ കറണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ലാഗ് ചെയ്യുന്നത്. ആരെക്കാളും? അപ്ലൈഡ് വോൾട്ടേജിനേക്കാളും.
അപ്പോൾ നമുക്കിവിടെ വേവ് ഫോമിൽ കാണാം, ഇവിടെ വോൾട്ടേജ് ഇവിടുന്ന് 0 സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ മാക്സിമത്തിൽ എത്തി കഴിയുമ്പോഴാണ് കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ രണ്ടും തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കറണ്ട് ലാഗ് ചെയ്ത് പോയതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? അവിടെ ലാഗിങ് പവർ ഫാക്ടറാണ് ഉണ്ടായതെന്ന് പറയാം. അപ്പോൾ നമുക്ക് അതിനെ വെക്ടോറിയലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കാണിക്കാം. അതായത് വി എൽ ആണ് ഇവിടെ ലീഡ് ചെയ്ത് പോകുന്നത്, അല്ലെ, വി എൽ ലീഡ് ചെയ്ത് പോകുന്നത്. അതിൻ്റെ പുറകിൽ 90 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ആര് കാണിച്ചിരിക്കുന്നത്? ഐ എല്ലിനെ കാണിച്ചിരിക്കുന്നത്. അതായത് വോൾട്ടേജ് ലീഡ്സ് കറണ്ട് ബൈ 90 ഡിഗ്രി, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. ഓക്കെ. അപ്പോൾ നമുക്ക് ടോട്ടലൈസ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ എത്രയാണ്? ഫേസ് ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് തീറ്റയ്ക്ക് പകരം ഇവിടെ, അല്ല, ഫൈക്ക് പകരം ഇവിടെ എന്ത് വരും? കോസ് ഫൈ എന്ന് പറയുന്നതുകൊണ്ട് എന്ത് എത്രയാവും? കോസ് 90 ആവും. കോസ് 90 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എത്രയാണ്? 0. അപ്പോൾ നമ്മളിവിടെ ആക്റ്റീവ് പവർ കാണുമ്പോൾ ആക്റ്റീവ് പവറിൻ്റെ ഇക്വേഷൻ എന്താ? വി ഐ കോസ് ഫൈ ആണ്. ഓക്കെ. അപ്പോൾ വി ഐ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, വോൾട്ടേജും കറണ്ട് ഉണ്ട്. അപ്പോൾ വി ഐ ഇൻറ്റു കോസ് ഫൈ. കോസ് ഫൈ ഇവിടെ വാല്യൂ ഉണ്ടോ? ഇല്ല. കോസ് ഫൈ എത്രയാണ്? 0. അപ്പം നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ എന്തായിട്ട് മാറും? വി ഐ ഇൻറ്റു 0, അതായത് ടോട്ടൽ 0. അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യം എന്താണ്? ഒരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ആക്റ്റീവ് പവർ, അതായത് അതിന് വേണ്ടുന്ന ഒരു വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. ഓക്കെ. യൂസ്ഫുൾ ആയിട്ടുള്ള വർക്ക് ഒരിക്കലും ഒരു പ്യുവർലി ഇൻഡക്റ്റീവ് ആയിട്ടുള്ള സർക്യൂട്ടിന് ചെയ്യാൻ കഴിയില്ല. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ പവർ ഫാക്ടർ എന്താണ്? ലാഗിങ് പവർ ഫാക്ടറാണ്. ഓക്കെ. ഇനി പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ കപ്പാസിറ്ററിൻ്റെ കേസിലാകുമ്പോൾ ഇൻഡക്ടറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഓക്കെ. അതായത് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കാം, ഇവിടെ വേവ് ഫോം കണ്ടാൽ അറിയാം. ഇവിടെ ആദ്യം വരുന്നത് ആരാണ്? കറണ്ടാണ്. കറണ്ട് ഇവിടെ മാക്സിമത്തിൽ എത്തി കഴിയുമ്പോഴാണ് ഇവിടെ വോൾട്ടേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ മുന്നേ പോകുന്ന ആളാരാണ്? കറണ്ട്. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? ഇവിടെ കറണ്ട് ലീഡ്സ് വോൾട്ടേജ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? വോൾട്ടേജ് ലാഗ്സ് കറണ്ട് ബൈ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. അപ്പോൾ ഇവ തമ്മിൽ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ എത്ര തന്നെയാണ്? എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ വെക്ടർ ഡയഗ്രം വെച്ച് കാണിക്കുകയാണെങ്കിൽ ഐ സി മുന്നേ പോയിട്ട്, ഇത് കപ്പാസിറ്റർ കറണ്ട് മുന്നേ പോയി അതിൻ്റെ ബാക്കിലാണ് ആര് വരുന്നത്? അതിൻ്റെ പുറകെയാണ് കപ്പാസിറ്റർ വോൾട്ടേജ് വരുന്നത്. അപ്പം നമുക്ക് എന്ത് പറയാം? വോൾട്ടേജ് ലാഗ്സ് കറണ്ട് ബൈ 90 ഡിഗ്രി. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ ലാഗിങ് പവർ ഫാക്ടർ, ഇവിടെ ലീഡിങ് പവർ ഫാക്ടർ, അതായത് കറണ്ട് ലീഡ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്നത് എന്താണ്? ലീഡിങ് പവർ ഫാക്ടറാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ എത്ര ഡിഗ്രി നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയായിരിക്കും ഇതിൻ്റെ കോസ് പവർ ഫാക്ടർ വാല്യൂ എത്രയായിരിക്കും വരിക? പവർ ഫാക്ടർ എന്ന് പറയുന്നത് ഇത് കോസ് ഫൈ ഇസ് ഈക്വൽ ടു 0. അതായത് ഇവിടെ എപ്പോഴും എന്താ വരുന്നത്? ഇത് പവർ ഫാക്ടറിൻ്റെ വാല്യൂ 0 ആണ് വരിക. അപ്പം ഇതിനൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ആക്റ്റീവായിട്ടുള്ള ഒരു പവർ ജനറേറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം പവറിൻ്റെ ഇക്വേഷൻ വി ഐ കോസ് ഫൈ ആണ്. കോസ് ഫൈക്ക് പകരം നമ്മൾ 0 കൊടുത്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ടോട്ടൽ പവർ എന്ന് പറയുന്നത്, ആക്റ്റീവ് പവർ എന്ന് പറയുന്നത് 0 ആയി പോകും. അപ്പം നമുക്ക് ആക്റ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ആവശ്യത്തിനുള്ള ഒരു വർക്ക് ചെയ്യാൻ ആർക്ക് കഴിയില്ല? പ്യുവർലി കപ്പാസിറ്റീവ് ആയിട്ടുള്ള സർക്യൂട്ടിന് കഴിയില്ല. ഇനി രണ്ടാമത്തെ ഡെഫിനിഷൻ, അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് ഡെഫിനിഷനിൽ വരുന്ന 3 സെക്ഷനാണ് ഡിഫൈൻ ചെയ്തത്. അതായത് ആംഗിൾ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ്, അത് വേരി ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഓരോ സർക്യൂട്ടിൽ വരുന്നതെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി രണ്ടാമത്തെ ഡെഫിനിഷനായിട്ടുള്ള ഇമ്പിഡൻസ് ട്രയാങ്കിൾ യൂസ് ചെയ്ത് റെസിസ്റ്ററിൻ്റെയും ഇമ്പിഡൻസിൻ്റെയും റേഷ്യോ എന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? അത് വെച്ചിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കാന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇമ്പിഡൻസ് റിസൾട്ടൻറ്റും എക്സും ആറും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും ആയിട്ടുള്ളതാണ് ഇമ്പിഡൻസ് ട്രയാങ്കിൾ. അത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ Z² is equal to R² plus X² എന്ന് കിട്ടും. ഓക്കെ. ഇനി ഈ ട്രയാങ്കിളിനെ നമ്മൾ ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്ന് പറയാൻ കാരണം അത് നമുക്ക് റിസൾട്ടൻ്റ് അതിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? ഇമ്പിഡൻസ് ആണ്. ഇവിടെ തീറ്റ അല്ലെങ്കിൽ ഫൈ എന്ന് കാണിച്ചിരിക്കുന്നത് എന്താണ്?
റെസിസ്റ്റൻസും ഇമ്പിഡൻസും തമ്മിലുള്ള ആംഗിളാണ്. അപ്പോൾ ഇവിടുത്തെ പവർ ഫാക്ടർ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? പവർ ഫാക്ടർ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഫൈ ഈസ് ഈക്വൽ ടു ആർ ബൈ സെഡ്. ഓക്കെ. ഇനി നമ്മൾ നമുക്ക് പവർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ആക്റ്റീവ് പവർ, അപ്പാരൻറ്റ് പവർ, റിയാക്റ്റീവ് പവർ, അങ്ങനെ പവറിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം റിയൽ പവർ അല്ലെങ്കിൽ ട്രൂ പവർ കാണാനുള്ള ഇക്വേഷനാണ്, അതിനെ നമ്മൾ ആക്റ്റീവ് പവർ എന്ന് പറയും. ഓക്കെ. അപ്പം റിയൽ പവറിന് 3 പേരുകളാണ്: റിയൽ പവർ, ആക്റ്റീവ് പവർ അല്ലെങ്കിൽ ട്രൂ പവർ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്താണ്? വി ഐ കോസ് ഫൈ ആണ്. റിയാക്റ്റീവ് പവറിൻ്റെ ഇക്വേഷൻ വി ഐ സൈൻ ഫൈയും അപ്പാരൻറ്റ് പവറിൻ്റെ ഇക്വേഷൻ വി ഐയും ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ 3ാമത്തെ ഡെഫിനേഷൻ എന്തായിരുന്നു? ട്രൂ പവറിൻ്റെയും അതുപോലെ തന്നെ അപ്പാരൻറ്റ് പവറിൻ്റെയും റേഷ്യോ എന്നാണ് നമ്മൾ പറഞ്ഞത്, അല്ലേ? അപ്പോൾ അത് വരുന്നത് നമുക്കിവിടെ ആംഗിൾ ഫൈ ഇപ്പോൾ ആരൊക്കെ മേക്ക് ചെയ്യുന്നതാണ്? റിയൽ പവറിൻ്റെയും അപ്പാരൻറ്റ് പവറിൻ്റെയും ഇടയിലുള്ള ആംഗിളാണ് ഫൈ. ഓക്കെ. അപ്പം ഇതിൻ്റെ യൂണിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രൂ പവർ അല്ലെങ്കിൽ റിയൽ പവറിൻ്റെ യൂണിറ്റ് വാട്ട്സ് ആണ്. എപ്പോഴും അത് റെസിസ്റ്റർ ഓൺലി, അതായത് റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടിലാണ് ട്രൂ പവർ ഉണ്ടാവുക. ഇനി ആ സർക്യൂട്ടിനകത്ത് പ്യുവർ ഇൻഡക്ടറോ അല്ലെങ്കിൽ പ്യുവർ കപ്പാസിറ്റീവോ ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് വരുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പവറാണ് റിയാക്റ്റീവ് പവർ, അല്ലേ? ഇപ്പോൾ റിയാക്റ്റൻസ് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ഇൻഡക്ടറും കപ്പാസിറ്ററും. അപ്പം അവ രണ്ടും മാത്രമുള്ള പ്യുവർ ആയിട്ടുള്ള സർക്യൂട്ടാണെങ്കിൽ അവിടെ വരുന്ന പവറാണ് റിയാക്റ്റീവ് പവർ. അതിൻ്റെ യൂണിറ്റാണ് VARs, വാട്സ്. ഓക്കെ. ഇനി അപ്പാരൻറ്റ് പവർ എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിൽ റെസിസ്റ്ററോ ഇൻഡക്ടറും കപ്പാസിറ്ററും എല്ലാം ഉൾക്കൊള്ളുന്നുവെങ്കിൽ അതിനെ അവിടെ ഉണ്ടാകുന്ന പവറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അപ്പാരൻറ്റ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും? റിയൽ പവറിൻ്റെയും റിയാക്റ്റീവ് പവറിൻ്റെയും ടോട്ടൽ സം ആയിരിക്കും. അതാണ് എന്ത് പറയുന്നത്? അപ്പാരൻറ്റ് പവർ എന്ന് പറയുന്നത്. അപ്പാരൻറ്റ് പവറിനെ നമ്മൾ യൂണിറ്റ് VA ആണ്, അതായത് വോൾട്ട് ആംപിയർ. ഇനി പവർ ഫാക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ്? എപ്പോഴും പവർ ഫാക്ടർ 0 ആവുകയാണെങ്കിൽ അവിടെ 0 ആവുന്നത് എപ്പോഴാണ്? അവിടെ സർക്യൂട്ട് ഫുള്ള് റിയാക്റ്റീവ് ആയിരിക്കുമ്പോൾ, അല്ലേ? അതായത് കപ്പാസിറ്റർ മാത്രമോ അല്ലെങ്കിൽ ഇൻഡക്ടർ മാത്രമോ ഒക്കെ ഇരിക്കുന്ന കേസിലാണ് എപ്പോഴും പവർ ഫാക്ടർ 0 ആവുക. പക്ഷേ പവർ ഫാക്ടർ 1 ആവുന്നത് എപ്പോഴാണ്? അവിടെ റെസിസ്റ്റീവ് ലോഡാണുള്ളതെങ്കിൽ അവിടെയാണ് എന്ത് സംഭവിക്കുക? പവർ ഫാക്ടർ 1 ആവുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ഫുൾ കൺസംഷൻ നടക്കുന്നുണ്ട് എന്നാണ്. അതായത് നമ്മൾ സപ്ലൈ ചെയ്യുന്ന എനർജീൻ്റെ ഫുൾ കൺസംഷൻ അവിടെ നടക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിനൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാണ്. ഒരു മോട്ടറിൻ്റെ വോൾട്ടേജ് 230 വോൾട്ടും അതിൻ്റെ ഫ്രീക്വൻസി 50 ഹെർട്സും അതിൻ്റെ പവർ എന്ന് പറയുന്നത് 1 HP ആണെങ്കിൽ അത് അതിൻ്റെ ട്രൂ പവർ അത് എത്രമാത്രം, അതായത് 100% എഫിഷ്യൻ്റ് ആണത്. അപ്പോൾ അതിന് ഉണ്ടാവുന്ന വലിക്കുന്ന അല്ലെങ്കിൽ അതെടുക്കുന്ന ട്രൂ പവർ എത്രയായിരിക്കും? 746 വാട്ട്സ് ആണ്. ഓക്കെ. ഇനി നമ്മൾ പവർ ഫാക്ടർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പവർ ഫാക്ടർ എത്രയാണ്? 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ എടുക്കുകയാണ് അതിൻ്റെ ലാഗിങ്. ഇപ്പോൾ പവർ ഫാക്ടർ അതിൻ്റെ 0.75 ലാഗിങ് ആയിട്ടാണ് അതിൻ്റെ പവർ ഫാക്ടർ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. അതായത് 100% എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മോട്ടർ, അതായത് 746 വാട്ട്സ് അത് അക്സെപ്റ്റ് ചെയ്യുന്നുവെങ്കിൽ, അത് ഡ്രോ ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ 0.75 ആണ് അതിൻ്റെ പവർ ഫാക്ടർ കാണിച്ചതെങ്കിൽ അത് എടുക്കുന്ന കറണ്ട്, അതായത് സപ്ലൈ ചെയ്യാൻ എടുക്കുന്ന കറണ്ട് കാണിക്കുന്നത് എങ്ങനെയാണ്? കറണ്ട് I is equal to P/V into cos 5 ആംപിയർ. ഓക്കെ. അപ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പവർ എത്രയാണ്? 746 വാട്ട്സ് ആണ്. ഇനി 230 വോൾട്ടാണ്. പിന്നെ കോസ് ഫൈൻ്റെ വാല്യൂ 0.75 ആണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കറണ്ടിൻ്റെ വാല്യൂ 4.33 കിട്ടി. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? രണ്ടാമത്തെ കേസിൽ
ഈ ഈ സെയിം മോട്ടറിനെ നമ്മൾ എന്ത് ചെയ്യാണ്, മോഡിഫൈ ചെയ്യാണ്. ഓക്കെ, ആ മോഡിഫൈ ചെയ്യുമ്പോൾ നമ്മൾ പവർ ഫാക്ടർ 1 ആയിട്ട് എടുക്കുക. നമ്മൾ നേരത്തെ ചെയ്തത് പവർ ഫാക്ടർ എത്ര എടുത്തിട്ടാണ്, 0.75 ലാഗിങ് ആയിട്ടാണ്. ഇനി നമ്മൾ എന്തെന്ന് കൺസിഡർ ചെയ്യുക, ഈ പവർ ഫാക്ടർ 1 ആണെന്ന് കൺസിഡർ ചെയ്യുക, അതായത് കോസ് ഫൈ 1 ആണെന്ന് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ത് കിട്ടും, I is equal to P/V cos ഫൈ എന്ന് കിട്ടും. അപ്പോൾ അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പവർ എത്രയാണ്, 746 വാട്ട്സ് ഡിവൈഡഡ് ബൈ 230 വോൾട്ട് ഇൻറ്റു കോസ് ഫൈ എന്ന് പറയുന്നത് എത്രയാണ്, 1. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, കറണ്ട് 3.24 ആംപിയർ. അപ്പോൾ നമ്മൾ ആലോചിക്കുക, സെയിം ആയിട്ടുള്ള മോട്ടറാണ് രണ്ടും ഉള്ളത്. ഇതിനെ നമ്മൾ ഒന്നിനെ പവർ ഫാക്ടർ 0.75 ലാഗിങ്ങിലും ഒന്ന് എത്രയാണ് 1 യൂണിറ്റി പവർ ഫാക്ടറിലും വെച്ചു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഇവിടെ റിസൾട്ട് കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ലാഗിങ് പവർ ഫാക്ടർ ഉള്ള മോട്ടർ എന്താണ്, കൂടുതൽ കറണ്ട് അവിടെ ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ ഈ കൂടുതൽ കറണ്ട് എടുക്കുന്നത് ആരാണ്, ലാഗിങ് പവർ ഫാക്ടർ ഉള്ളതാണ്. പക്ഷെങ്കിൽ യൂണിറ്റി പവർ ഫാക്ടർ ഉള്ളത് എത്രയാണ്, 3.24, അതായത് അറൗണ്ട് 1 ആംപിയർ ഡിഫറൻസ് അത് രണ്ടും തമ്മിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്ക് എപ്പോഴും സപ്ലൈ സൈഡിൽ അതായത് നമ്മൾ ലാഗിങ് പവർ ഫാക്ടർ ഉണ്ടാകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, സപ്ലൈ സൈഡിൽ എന്ത് സംഭവിക്കും, കറണ്ട് കൂടും. സപ്ലൈ സൈഡിൽ കറണ്ട് കൂടുമ്പോൾ അവിടെയുള്ള ടെർമിനൽസിൽ കൊടുത്തിരിക്കുന്ന എക്യുപ്മെൻറ്റ്സിനൊക്കെ അതെന്ത് ചെയ്യും, ഡാമേജസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഓവർ ഹീറ്റിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻ്റ് എന്നുള്ള പ്രോസസ്സ് നടത്തുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ട്രൂ പവർ എപ്പോഴും നമുക്ക് നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ അവിടെ പവർ ഫാക്ടർ എപ്പോഴും എന്തായിരിക്കണം, യൂണിറ്റിനേക്കാളും കുറവാകാൻ പാടില്ല. ഓക്കെ, അതായത് ഒരുപാട് കുറവാകുന്ന കേസിൽ അവിടെ എന്തായിരിക്കും, പ്രശ്നമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളെപ്പോഴും അതിനെ അങ്ങനെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റ് നടത്തുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു ഫീഡർ സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, സപ്ലൈ കൊടുക്കുന്ന സൈഡിൽ ആ ഭാഗത്ത് പവർ ഫാക്ടർ ഒരു 85% കുറവൊക്കെയാണ് ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റാളേഷനിൽ വരുന്നതെങ്കിൽ അവിടെ പവർ ഫാക്ടർ പെനാൽറ്റി ഒക്കെ എന്താവും, കാരണമാകും. അതായത് കമ്പനി അത് പവർ ഫാക്ടർ പെനാൽറ്റിക്ക് വിധേയമാകേണ്ട അതായിട്ട് വരും. അതുകൊണ്ട് തന്നെ എന്താണ്, പവർ ഫാക്ടർ കറക്ഷൻ അത്യാവശ്യമാണ്. ഓക്കെ, ഇനി പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റിന് നമ്മൾ എന്തൊക്കെ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇൻഡക്റ്റീവ് സർക്യൂട്ടിലാണ് പവർ ഫാക്ടർ ലാഗ് ചെയ്യുക, കപ്പാസിറ്റീവ് സർക്യൂട്ടിലാണ് പവർ ലീഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ മെത്തേഡ് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ ചെയ്യുന്നത് സ്റ്റാറ്റിക് കപ്പാസിറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യലാണ്. ഇപ്പോൾ സ്റ്റാറ്റിക് കപ്പാസിറ്റേഴ്സ് നമ്മൾ പാരലലി ആണ് കണക്ട് ചെയ്യുക. അതായത് നമ്മൾ കൊടുക്കുന്ന, അതായത് സർക്യൂട്ടിൽ സ്റ്റാറ്റിക് കപ്പാസിറ്ററിനെ പാരലലായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റർ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റ് നടക്കും. അതായത് അവിടെ ലീഡിങ് കറണ്ട് പ്രൊവൈഡ് ചെയ്യപ്പെടുകയും ആ ലീഡിങ് കറണ്ട് മൂലം അവിടെ ലീഡിങ് പവർ ഫാക്ടർ അല്ലെങ്കിൽ അവിടെ ജനറേറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻ്റ് അവിടെ നടക്കും. അപ്പം ലീഡിങ് കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനെ ന്യൂട്രലൈസ് ചെയ്യും, അവിടെ ഇൻഡക്റ്റീവ് കറണ്ട് ആയിരിക്കും അവിടെ കൂടുതലുണ്ടാവുക അല്ലേ. അപ്പോൾ ഇൻഡക്റ്റീവ് കറണ്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആക്ഷനാണ് ആര് കൊടുക്കുക, കപ്പാസിറ്റീവ് കറണ്ട് കൊടുക്കുക. അതായത് ഇൻഡക്റ്റീവിൽ ലാഗിങ്ങും കപ്പാസിറ്റീവിൽ എന്താണ്, ലീഡിങ്ങുമാണ്. അപ്പോൾ അത് രണ്ടും മ്യൂച്വലി ന്യൂട്രലൈസ് ആയി പോകുന്നൊരു സിറ്റുവേഷനാണ് അവിടെ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ എന്ത് സംഭവിക്കുന്നത്, പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റ് നടക്കുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സിങ്ക്രണസ് കണ്ടൻസർ ആണ്. സിങ്ക്രണസ് കണ്ടൻസർ എന്ന് വെച്ചാൽ ഒരു സിങ്ക്രണസ് മോട്ടർ നോ ലോഡ് കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ലോഡ് കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ സിങ്ക്രണസ് മോട്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓവർ എക്സൈറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓവർ എക്സൈറ്റഡ് ആയിട്ടുള്ള സിങ്ക്രണസ് മോട്ടറിനെ നമ്മൾ കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ അത്തരത്തിലുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ സിങ്ക്രണസ്
കണ്ടൻസർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പവർ ഫാക്ടർ കറക്ഷനുള്ള അല്ലെങ്കിൽ പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റിനുള്ള രണ്ടാമത്തെ മെത്തേഡാണ് സിങ്ക്രണസ് കണ്ടൻസർ നമ്മളെ സപ്ലൈക്ക് പാരലായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിൽ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് നമ്മൾ റെസിസ്റ്റൻസ് മാത്രമുള്ളൊരു സർക്യൂട്ട്, അതുപോലെ കപ്പാസിറ്റർ, ഇൻഡക്റ്റൻസും. ഓക്കെ, അപ്പോൾ ഇത് മാത്രം, അതായത് കപ്പാസിറ്റീവ് റിയാക്ടൻസും ഇൻഡക്റ്റീവ് റിയാക്ടൻസും റെസിസ്റ്റൻസും മാത്രമുള്ള സർക്യൂട്ട് എങ്ങനെയായിരിക്കും എ സിയിൽ വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള RC, RL അല്ലെങ്കിൽ RLC ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻ എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാവരും വാച്ച് ചെയ്യുക. താങ്ക് യു.